മേയർ MLA ദമ്പതികളും KSRTC ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ നിർണായക തെളിവായ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ ദുരൂഹത തുടരുന്നു. തമ്പാനൂർ പോലീസ് അന്വേഷണം തുടങ്ങി. മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. തർക്കത്തിനിടെ സച്ചിൻ ദേവ് MLA ബസ്സിൽ നിന്ന് യാത്രക്കാരെ ഇറക്കി വിട്ടിട്ടില്ലെന്ന് DYFI അഖിലേന്ത്യാ അധ്യക്ഷൻ A റഹീം MP പറഞ്ഞു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് സച്ചിൻ ദേവ് MLA എന്നിവരും KSRTC ഡ്രൈവർ LH യദുവും തമ്മിൽ തർക്കമുണ്ടായ ബസ്സിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡാണ് നഷ്ടപ്പെട്ടത്. മെമ്മറി കാർഡ് എടുത്തുമാറ്റിയതിൽ ഇരുപക്ഷവും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. KSRTCയുടെ പരാതിയിൽ കേസെടുത്ത തമ്പാനൂർ പോലീസ് അന്വേഷണം തുടങ്ങി. മേയർക്കും സംഘത്തിനുമെതിരെ ഡ്രൈവർ യദു നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താനും ഇന്നലെ തീരുമാനമായി. മെമ്മറി കാർഡ് കാണാതായതിൽ KSRTCക്കും പോലീസിനും വീഴ്ചയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ബസ് തടഞ്ഞ് യാത്രക്കാരെ ഇറക്കിവിട്ടതിൽ മേയർക്കും സംഘത്തിനുമെതിരെ കേസെടുക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. സച്ചിൻ ദേവ് MLA ബസ്സിൽ നിന്ന് യാത്രക്കാരെ ഇറക്കിവിട്ടെന്ന ആരോപണം ശുദ്ധനുണയാണെന്ന് A റഹീം MP പ്രതികരിച്ചു. സച്ചിൻ ദേവ് കയറി ആ വാഹനത്തിൽ നിന്ന് എല്ലാവരെയും ഇറക്കിവിട്ടു. ശുദ്ധനുണയാണ്. അയാൾ കയറിയിട്ട് ആവശ്യപ്പെട്ടത് എനിക്ക് കൂടി ഒരു ടിക്കറ്റ് ഇതാ, വണ്ടി നേരെ ഡിപ്പോയിലേക്ക് പോട്ടെ. ഇതാണ് അയാൾ ആവശ്യപ്പെട്ടത്. ആര്യ രാജേന്ദ്രനെതിരായ സൈബർ ആക്രമണം എല്ലാ പരിധികളും ലംഘിച്ചെന്ന് A റഹീം പറഞ്ഞു. ഇതിന് നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് DYFI. മേയർക്കെതിരായ സൈബർ അധിക്ഷേപങ്ങളിൽ ഇതുവരെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വാട്സപ്പിൽ അശ്ലീല സന്ദേശം അയച്ചതിനും നവമാധ്യമങ്ങളിലൂടെ അപമാനിച്ചതിനുമാണ് കേസ്. 24 തിരുവനന്തപുരം.